ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷനായിരുന്നു എക്സ്പ്രഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പാണ്. പിന്നെ പഠിച്ചത് ലോസ് ഓഫ് എനർജിയുടെ ഒരു എക്സ്പ്രഷനായിരുന്നു. നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഫ്രൂട്ട് നമ്പർ വെച്ചിട്ട് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഈ ഫ്രൂട്ട് നമ്പർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, അത് ഫ്രൂട്ട് നമ്പറിനെ പോലുള്ള ഡയമെൻഷൻലെസ് നമ്പേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. നമുക്കിനി അപ്സ്ട്രീം സൈഡിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ വെലോസിറ്റിയെ നമുക്ക് V1 എന്ന് പറഞ്ഞെടുത്തു. അതുപോലത്തെ അവിടുത്തെ ഡെപ്ത് ഓഫ് അപ്സ്ട്രീം സൈഡിന് D1 എന്നും പറഞ്ഞാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്രൂട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് V/√GD എന്ന് പറഞ്ഞ് കിട്ടുന്നത്. നമ്മളിവിടെ അപ്സ്ട്രീം സൈഡാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V1 ആയിരിക്കും, D എന്ന് പറഞ്ഞാൽ D1 വരുന്നത്. ഇനി നമ്മൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷനിലൊക്കെ പഠിച്ചിരുന്നു. D2 = -D1/2 പ്ലസ് √D1² 4 + 2V1² D1/G എന്നാണ്. ഇതിൻ്റെ അകത്തു നിന്നൊരു D1/4 നമുക്ക് പുറത്തെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് സെക്കൻഡ് ടേമിൻ്റെ അകത്തും നമുക്ക് എന്താണ് ഒരു 4-നെയും D1-നെയും നമ്മൾ എന്താണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ എടുത്തിട്ട് നമുക്കൊരു D1²/4 നമ്മൾ പുറത്തെടുത്തു. അപ്പം ബാക്കി എന്താണ് കിട്ടുന്നത്? 1 + 8V1² GD1 എന്നായിരിക്കും കിട്ടുന്നത്. ഈ D1²/4 നമ്മൾ റൂട്ടിന് പുറത്തോട്ടെടുക്കും. അപ്പോൾ എന്താണ് -D1/2 പ്ലസ് D1/2 √1 + 8V1² GD1. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലർ ഈ D1/2 ക്യാൻസൽ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ കൂടെ ഇത്രയും കൂടി ഒരു ടേം ഉണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താണ് ഫ്രൂട്ട് നമ്പറിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് V1/GD1 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്സ്ട്രീം സൈഡ് ആയതാണ് അതിനെ FE1 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ എന്താണ് V1² GD1 എന്നായിരിക്കും കിട്ടുന്നത്. നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന ടേം. അപ്പോൾ എന്താണ് D2 എന്ന് പറഞ്ഞാൽ D1/2 പ്ലസ് D1/2 × √1 + 8FE1² എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അത് നമുക്ക് രണ്ട് ടേമിൻ്റെ അകത്തും D1/2 കോമൺ ആയതുകൊണ്ട് നമുക്ക് D1/2 പുറത്തെടുത്തു. അപ്പോൾ D1/2 × √1 + 8FE1² -1 എന്നാണ് വരിക. ഈ 1 എപ്പോഴും റൂട്ടിന് പുറത്താണ്, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതാണ് നിങ്ങളുടെ ഡെപ്തിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഫ്രൂട്ട് നമ്പറിൻ്റെ. D2 ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഫ്രൂട്ട് നമ്പർ. ഇനി അടുത്ത ടോപ്പിക്കാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അടുത്തതാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. നമുക്ക് എങ്ങനെയായിരുന്നു ഒരു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനലാണ്. നമുക്കിവിടാണ് എന്തെങ്കിലും ഒരു ഒബ്സഷൻ വന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വാട്ടർ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ പുറത്തൂടെ വീണ് കുത്തിയിട്ട് പിന്നെ പൊങ്ങിയാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് വരുന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സെക്ഷനാണ് എടുക്കുന്നത്. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജമ്പിന് മുന്നേയും ഒരെണ്ണം ഞാൻ പറഞ്ഞതിൻ്റെതൊന്നും തെറ്റിപ്പോയായിരുന്നു. നമ്മൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ലെങ്ത് എടുക്കുമ്പം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ പോയിൻറ്റ് ജസ്റ്റ് ബിഫോർ ദ ജമ്പ്, അതായത് നമുക്ക് ജമ്പ് നടക്കുന്നത്, അതായത് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എടുക്കുന്നത്. സെക്ഷൻ 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ജമ്പ് നടന്ന് കഴിഞ്ഞിട്ടുള്ളൊരു ഡിസ്റ്റൻസിലാണ് നമ്മൾ സെക്കൻഡ് പോയിൻ്റ് എടുക്കുന്നത്. എങ്ങനെയായിരുന്നു പോയിൻ്റ് എടുക്കുന്നത്? ഫസ്റ്റ് പോയിൻ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടേക്കൺ ബിഫോർ ദ ഹൈഡ്രോളിക് ജമ്പ് എന്നും, ഹൈഡ്രോളിക് ജമ്പ് നടക്കുന്നത് ഇവിടെ ആണല്ലോ, അതിന് മുമ്പായിട്ടും. പിന്നെ ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ജമ്പ് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. നമ്മളിനി ഒരു റെക്റ്റാങ്കുലർ ചാനലാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 5 to 7 ടൈംസ് ദ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പാണ്. ജമ്പ് അല്ലെങ്കിൽ നമ്മളെന്താണ് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക്. ഈ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് D2 വാല്യൂവിൻ്റെ 5 to 7 ടൈംസ് ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഇത്രയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻസ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്ന് നോക്കി. എന്തായിരുന്നു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ഫ്ലോയിൽ നിന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ഫ്ലോയിലോട്ട് നമ്മൾ ഫ്ലോ ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ലൈസ് ഓഫ് വാട്ടർ ലെവൽ മാറുന്നതിനെയാണ് നമ്മൾ ഒരു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ച എക്സ്പ്രഷൻസ് എന്തൊക്കെയായിരുന്നു? ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പിനുള്ള എക്സ്പ്രഷൻ പഠിച്ചു. എന്തായിരുന്നു?
d2 ഇക്വേഷൻ d2 ഈസ് ഈക്വൽ ടു മൈനസ് d1/2 പ്ലസ് റൂട്ട് ഓഫ് d1 സ്ക്വയർ ബൈ 4 പ്ലസ് എന്തായിരുന്നു 2v1 സ്ക്വയർ d1 ഡിവൈഡഡ് ബൈ g ആയിരുന്നു നമ്മുടെ ഈ എക്സ്പ്രഷനായിട്ട് കിട്ടിയത്. ഇതിനകത്ത് നമുക്ക് എന്താണ് d1ൻ്റെ വാല്യൂ ആയിരുന്നു എന്തായിരുന്നു ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഹൈഡ്രോളിക് ജമ്പ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? d2 മൈനസ് d1 ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് കിട്ടും. പിന്നെ നമ്മൾ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? HL ഈസ് ഈക്വൽ ടു d2 മൈനസ് d1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4d1 d2 എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻസ്. പിന്നെ നമ്മൾ അടുത്ത പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് നമ്പറിൻ്റെ എക്സ്പ്രഷൻ. അതെന്തായിരുന്നു? d2 ഈസ് ഈക്വൽ ടു d1/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 8 fe1 സ്ക്വയർ മൈനസ് 1 ആയിരുന്നു നമുക്ക് വന്നിരിക്കുന്നത്. ഇത്രയായിരുന്നു നമ്മൾ. പിന്നെ പഠിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എത്രയായിരുന്നു വന്നിരിക്കുന്നത്? 5 to 7 ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ ജമ്പ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ജമ്പ് ആയിരുന്നു നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഏത് സൈഡിലുള്ള ഡെപ്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്വൻസിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ഡെപ്ത്. എഴുതിക്കോളാം. ഡെപ്ത് ഓൺ ഐദർ സൈഡ് ഓഫ് ഹൈഡ്രോളിക് ജമ്പിനെ വിളിക്കുന്ന പേരാണ് സ്വീക്കൻഡ് ഡെപ്ത് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ഡെപ്ത് എന്നായിരിക്കും വിളിക്കുന്നത്. ഡെപ്ത് എന്നായിരിക്കും വിളിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൂട്ട് നമ്പർ വെച്ചിട്ട് നമ്മുടെ ഹൈഡ്രോളിക് ജമ്പിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അടുത്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട് നമ്പർ. ഏതൊക്കെ? ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ. ഇനി ഫ്രൂട്ട് നമ്പറിൻ്റെ ടൈപ്പ് ഓഫ് ജമ്പുമാണ് പറയാൻ പോകുന്നത്. ഒരു ടേബിളായിട്ട് വരച്ചോളുക. ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ 1 തൊട്ട് 1.7 വരെ ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് അണ്ടുലാർ ജമ്പ്. ഇനി നെക്സ്റ്റ് ആണ് 1.7 to 2.5 വരെ ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് വീക്ക് ജമ്പ്. മൂന്നാമതാണ് 2.5 തൊട്ട് ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ 4.5 വരെയാണ് അതിനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റിംഗ് ജമ്പ്. ഇനി 4.5 തൊട്ട് 9 വരെയാണ് നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ജമ്പ്. ഇനി നമ്മുടെ ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ജമ്പ്. നമ്മുടെ ഫ്രൂട്ട് നമ്പർ വെച്ചിട്ട് നമ്മുടെ ഹൈഡ്രോളിക് ജമ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. 1 to 1.7 ആണ് അതിനെ അണ്ടുലാർ ജമ്പ് എന്നും, 1.7 to 2.5 ആണെങ്കിൽ അതിനെ വീക്ക് ജമ്പ് എന്നും, 2.5 to 4.5 ആണെങ്കിൽ നമ്മളതിനെ വിളിച്ചിരിക്കുന്നത് ഓസിലേറ്റിംഗ് ജമ്പാണ്. 4.5 to 9 ആണെങ്കിൽ സ്റ്റഡി ജമ്പ് എന്നും, ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ സ്ട്രോങ് ജമ്പാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനോ അല്ലെങ്കിൽ എക്സാംസിനോ ഒക്കെ ഇത് ആവശ്യമായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. താങ്ക് യു.